ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലും ചെന്നൈയിലും പ്രദർശിപ്പിച്ചതും പൂജ നടത്തിയതും വഴി ധനസമാഹരണം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേസമയം വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ദിവസങ്ങളും വിവാദങ്ങൾ മാറിമറിയുമ്പോഴേക്കും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് 2019 സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തയച്ചതുമായി ബന്ധപ്പെട്ട വിവാദം വലിയ തരത്തിൽ ചർച്ചയായി മാറുമ്പോൾ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സഹായിയായ വാസുദേവനെയും ഇന്ന് ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എപ്പോഴാണ്, എവിടെ വെച്ചാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെയായും വന്നിട്ടില്ല. അതേസമയം 1998-99 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ വീണ്ടും ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെയും രേഖകളായി പുറത്തു വരുന്നുണ്ട്. 99 മെയ് മാസം 5-ാം തീയതി ആണ് ഈ പുതിയ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുകളിലുള്ള സ്വർണ്ണ കവചം സ്ഥാപിച്ചതെന്നും ഇതിൽ ഏകദേശം 5 കിലോയോളം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന് സ്വർണം പൂശുന്ന അതേ സമയം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നു. ഏകദേശം 30 കിലോയോളം സ്വർണമാണ് അന്ന് ഈ ശബരിമല മേൽക്കൂരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഒപ്പം 5 കിലോ സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അത് എനിക്ക് വ്യക്തമായ വിവരങ്ങൾ വരുന്നു. ഈ 1998-99 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കുറച്ചുകൂടി മോടി പിടിപ്പിക്കുന്നതിനായി കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വിവാദമായി മാറുന്നത്. പിന്നീട് എങ്ങനെ ഈ സ്വർണം പൂശുകയല്ല, ശരിക്കും പറഞ്ഞ സ്വർണം പതിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ എങ്ങനെ ചെമ്പ് പാളികളായി മാറി എന്നുള്ള വിവാദം വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എങ്ങനെ എത്തപ്പെട്ടു എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു സംശയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പക്കലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയത്തിൽ എത്തിച്ചേർന്നു, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ്, ഈ സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്തുണ നൽകിയത് ആരുടെ ഭാഗത്തു നിന്നാണ്, എങ്ങനെ ഈ പിന്തുണ ലഭിച്ചു, ഇത്തരം കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസിന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തയ്യാറാക്കപ്പെട്ട ഒരു ചോദ്യാവലി തന്നെ ദേവസ്വം ബോർഡ് വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ. എന്നാൽ ഈ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഒരു പ്രത്യേക പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അത് ഉച്ചയോടുകൂടി തന്നെ ആ പത്രസമ്മേളനം നടക്കുകയും ചെയ്യും. പ്രധാനമായും പത്രസമ്മേളനത്തിൽ പറയാൻ പോകുന്നത് ഈ രേഖകൾ ഓരോന്നോരോന്നായി നിരത്തി ഇന്ന കാര്യങ്ങളിൽ സംഭവിച്ചു, ഇന്ന രീതി എന്നുള്ളതാണ്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ബോർഡ് അറിയാതെ ഒരു കാരണവശാലും ഒരു സാധനങ്ങളും ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അകത്തേക്ക് സ്വീകരിക്കാനോ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. 2019 എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ സ്വർണം പൊതിഞ്ഞിരുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ കവചം എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്? ആ ചോദ്യമാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള ചോദ്യവും ഒപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വീണ്ടും ഓരോ ദിവസവും ശബരിമല ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കത്തിപ്പടരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ശബരിമല സന്നിധാനത്ത് ഇതുവരെ നടന്നിട്ടുള്ള ക്രമക്കേടുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഹൈക്കോടതി എന്തായാലും വരും ദിവസങ്ങളിൽ ചോദിക്കും. അത് നൽകിയില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം
ഈ സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ മാറാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് സ്വർണം പൊതിഞ്ഞ ഒരു ഈ ദ്വാരപാലക ശില്പത്തിന്റെ കവചങ്ങൾ എങ്ങനെ ചെമ്പ് പാളികളായി മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. 2024 ഇതെങ്ങനെ ചെമ്പ് പാളികളായി മാറി എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. പിന്നെ എന്തിനാണ് ഈ ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായും ബംഗളൂരുവിലും ഒപ്പം ചെന്നൈയിലും പ്രദർശിപ്പിച്ച് പൂജ നടത്തിയത്? ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നും അദ്ദേഹത്തിന്റെ കാര്യമായിട്ടുള്ള പുളിമാത്ത വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഇതിന്റെ മൊത്തം ഇടപാടുകളും അന്വേഷിക്കണം. തന്നെ മാത്രം എന്തിനു വേട്ടയാടുന്നു? വേട്ടയാടൽ അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം തനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയും എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഇതിന്റെ ഈ വ്യാപ്തി ചെന്നു നിൽക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തേക്കാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകേണ്ടി വരും. കാരണം ഈ കേവലം ഒരു കീഴ്ശാന്തി മുറിയിലെ സാധാരണ സഹായിയായി എത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങളിൽ, ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളിൽ, ശബരിമലയിൽ സ്പോൺസർമാരെ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു നിർണായക പങ്കാളിയായി മാറാൻ കഴിഞ്ഞു എന്നുള്ള ആ വലിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഒരു സമര പരിപാടി തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭയിൽ വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അയ്യപ്പ ഭക്തരുടെ സംഘടനകൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരം തട്ടിപ്പുകളെ കുറിച്ച് വ്യാപകമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശബരിമല തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഈ തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ദേവസ്വം ബോർഡിന് വെറും കൈയോടെ നോക്കിയിരിക്കാനാവില്ല. ചില നടപടികൾ എടുത്തേ മതിയാവുള്ളൂ. കാരണം ഈ 2018 മുതൽ 2024 വരെ ശബരിമലയിലുണ്ടായിരുന്ന ശബരിമലയുടെ ദൈനംദിന പ്രക്രിയകൾ നിയന്ത്രിച്ചു പോയിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, മാനേജർമാർ ഇവരെല്ലാം തന്നെ ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം ഈ സ്വർണ്ണപ്പാളി 1998 പൊതിഞ്ഞു എന്നുള്ളതിന് വ്യക്തമായ വിവരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മഹസറിലും ഒപ്പം ROC രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ 2024 ആകുമ്പോഴേക്കും ഇത് ചെമ്പ് പാളികളായത് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമല്ല സർക്കാരിനെതിരെയും ഉയരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നിലവിൽ പുരോഗമിക്കുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു രീതി അല്ലെങ്കിൽ വ്യക്തത ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതി അനുമതി നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും നടത്താൻ സർക്കാർ തയ്യാറെടുക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കും. ഇനി രണ്ടാമത്തേത് ഈ ശബരിമല സ്വർണ്ണവാതിൽ പതിച്ച സംഭവത്തിൽ ആ സ്വർണ്ണവാതിൽ വിവിധ സ്ഥലങ്ങളിൽ വഴി ഘോഷയാത്രയായി കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു ആരോപണമായി. ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ മുഖ്യ സംഘാടകനായി നിലനിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വാതിൽ, അല്ലെങ്കിൽ ഇതും 2019 നടന്ന മറ്റൊരു സംഭവമാണ്, ഈ വാതിൽ സമർപ്പണത്തിന്റെ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറായി മാറപ്പെട്ടു? അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഒപ്പം സിനിമാ മേഖലയിൽ നിന്നുള്ള ജയറാം, ഒപ്പം പാട്ടുകാരനായ വീരമണി രാജു ഉൾപ്പെടെയുള്ളവർ ഈ പൂജാവേളയിൽ പങ്കെടുക്കുന്നു. തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന, ഏറ്റവും വലിയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ വിഷയം
സ്വാഭാവികമായും ചെറിയൊരു സംഭവമായി മാറ്റാൻ ഒരിക്കലും സർക്കാർ തയ്യാറാവില്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞ് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, ഈ സ്വർണ്ണവാതിൽ എന്തിനാണ്, അല്ലെങ്കിൽ സ്വർണം പതിച്ച വാതിലുകൾ എന്തിനാണ്, ഏത് സമയത്താണ് ഇങ്ങനെ നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആ വാതിലുകൾ അടയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തന്ത്രി പറയുകയും ഇതേ തുടർന്ന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ വാതിലുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഈ വാതിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആവശ്യമായ സഹായം ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇക്കാര്യത്തിൽ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായും ഒപ്പം ഈ ശബരിമലയിലെ സ്വർണ്ണവാതിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ദേവസ്വം ബോർഡിന്റെയും ഒപ്പം ഹൈക്കോടതിയുടെയും രേഖകളിൽ 1998-99 ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിന് വ്യക്തമായ രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയില്ല, പ്രതിനിധികൾക്ക് കഴിയില്ല എന്ന് ഏകദേശം ഉറപ്പാണ്. ശരി, ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലും ചെന്നൈയിലും പ്രദർശിപ്പിച്ചതും പൂജ നടത്തിയതും വഴി ധനസമാഹരണം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതേസമയം വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.